ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ വെള്ളം കോരാനായിട്ട് വന്ന് നിൽക്കുകയാണ് നമ്മുടെ വിക്രം. നീ ഇങ്ങോട്ട് മാറി, ഞാൻ കോരാം, അത് തന്നെയാ വേണ്ടത് എന്ന് കമല. അപ്പൊ വേഗം തന്നെ അതേ കുറച്ചധികം കോരാനുണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്നൊക്കെ പറഞ്ഞ് വിക്രം വെള്ളം കോരാനങ്ങ് തുടങ്ങി. അപ്പൊ വെള്ളം കോരി 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 അപ്പോഴേക്ക് വേദ ഒരു ഇന്ന പാത്രങ്ങളാ വീട്ടിലെ മൊത്തം ഇങ്ങെടുത്തോണ്ട് വരികയാണ് കേട്ടോ. ഈശ്വര, വിക്രം പെട്ടു, ഇതുകൊണ്ട് മതിയാവുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചോണ്ട് വേദയും അതുപോലെ തന്നെ ശ്രീജയും ഇത് മതി എന്ന് പറഞ്ഞോ. കുറച്ചുകൂടെ കോരട്ടെ ഏട്ടത്തി. അയ്യോ ഇനിയിപ്പ അതെ ശരിക്കും വന്നാല് അതെ കോരിക്കോന്നേ, ഒരു തെങ്ങൂടി നനയാനുള്ളൂ. അപ്പൊ ഈ കോരിയ വെള്ളം മുഴുവൻ നീ തെങ്ങിനൊഴിക്കുമായിരുന്നു അല്ലടി എന്ന് ചോദിച്ച് ആ കായലിരുന്ന ബക്കറ്റും വെള്ളവും സഹിതം ഒരൊറ്റ ഒഴിക്കല. വേദ അങ്ങ് മാറി നന്ദിനിയുടെ മുഖത്തും വേത്തും മുഴുവൻ. ഏട്ടത്തിയെ കുളി കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു. ശ്രീജ ചിരി അടക്കി പിടിച്ച് നിൽക്കുക കേട്ടോ. സോറി ഏട്ടത്തി അമ്മേ എന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓ എന്ത് കഷ്ടമാണ്. എന്നിട്ട് കൈക്കൊക്കെ ഭയങ്കര വേദന, നടുവിനും വേദനയുണ്ട്. വിക്രമാകെ അവശതയിലായി, പണിയൊന്നും ചെയ്യാതിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ വേഗം തന്നെ വേദ കത്തേക്ക് വരുവാ. എന്താ വിക്രമ, കൈയൊക്കെ ഒരിഞ്ഞു പൊട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. നടു ഉളുക്കിയ ദക്ഷിണ ഉണ്ടല്ലോ. ചോദിച്ചു കേട്ടില്ലേ? അതെങ്ങനെയാ നടു റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പോവല്ലേ, ദേഷ്യപ്പെട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. വല്ല ഓയിൽമെന്റോ തൈലോ ഒക്കെ ഇട്ട് മസാജ് ചെയ്യേണ്ടി വരുവോ? മസാജ് അല്ല, നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛൻ ഇവിടുന്ന് കെട്ടിക്കാൻ മെസ്സേജ് ചെയ്യുക. അയ്യോ ഇതെന്ത് കൗണ്ടറാടോ, ഒരു മിനിമം നിലവാരമൊക്കെ വേണ്ടേ? ചളി കോമഡി സ്കിറ്റിൽ പോലും ഇമ്മാതിരി സാധനം കേൾക്കാറില്ല. അല്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, നിങ്ങൾ കൂട്ടുകാരായിട്ട് ഇരിക്കുമ്പോഴും ഇമ്മാതിരത്തെ ചളി തന്നെയാണോ മനുഷ്യ പറയുന്നത് എന്ന് ചോദിച്ചു. കഷ്ടം, അവരൊക്കെ നിങ്ങളെ എങ്ങനെ സഹിക്കുന്നു? എനിക്ക് അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് പിരിപൊട്ടിയിരിക്കുക. നീ പോവാൻ നോക്കാൻ. നിങ്ങക്ക് 4 ബക്കറ്റ് വെള്ളം കോരിയപ്പോഴേക്കും പിരിവെട്ടി. ഈ പണി ദിവസവും ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താ ഞാൻ വേണ്ടത്? ഇനി ഈ വീട്ടിലെ മുഴുവൻ പണിയും ഞാൻ എടുക്കണമെന്നാണോ നീ പറയണത് എന്ന് ചോദിച്ചു. ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് കയറി വരാതിരുന്നൂടെ? എന്തായാലും ഞാൻ ഇപ്പൊ വന്നത് ശല്യം ചെയ്യാനായിട്ടല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എല്ലാരും വർഷേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ട്. ഗർഭിണിയായിരിക്കുമ്പോ അങ്ങനെ കാണുന്ന ഒരു ചടങ്ങുണ്ടത്രേ. ഞാനും കൂടി പോവെന്നൊന്ന് വിചാരിക്കുക. പോയിക്കൂടെ? അതിനെന്തിനാ എന്നോട് സമ്മതം ചോദിക്കുന്നത്? നിങ്ങൾ എന്റെ ഭർത്താവായി പോയില്ലേ, അപ്പൊ അനുവാദം ചോദിക്കാതെ പോകുന്നത് മോശമല്ലേ? അനുവാദം ചോദിച്ചിട്ടല്ലോ നീ ഇങ്ങോട്ട് വന്നത്. പോവാനും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അനുവാദം ചോദിച്ചിട്ടല്ല നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്, അതൊന്നും മറക്കണ്ട. മിണ്ടാതെ നിൽക്കണം. നിങ്ങൾ അനുവാദം ചോദിക്കാതെ ചെയ്തത് കൊണ്ട് ഞാൻ അനുവാദം ചോദിക്കാതെ കയറി വന്നു. അത് ടാലിയായി. ഇനി നമുക്ക് പരസ്പരം അറിഞ്ഞും പറഞ്ഞും അങ്ങ് പോവാം, അതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് ഇങ്ങ് വരാം. അപ്പൊ വേഗം തന്നെ അയ്യോ വേണമെന്നില്ല, ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോയാൽ അത്രയോ സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ആശ്വാസം തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്റെ വിക്രമ? എനിക്കറിയാടി, എന്റെ നാശം കണ്ടിട്ടേ പോവുള്ളൂ എന്ന് എനിക്കറിയാം. റൈറ്റ്, വളരെ ശരിയായ കാര്യമാണ് എന്ന് പറഞ്ഞു. നാശം കണ്ടിട്ട് തന്നെ ഞാൻ ഈ കളി അവസാനിപ്പിക്കോ? നിങ്ങളിപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ നാശം കണ്ടിട്ട് എന്താടി നോക്കുന്നത്? നിങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ സ്വയം അങ്ങ് മറന്നുപോയി. എന്താ ഹാപ്പി ആയോ എന്ന് ചോദിച്ചു. എങ്ങനെ ഒരു വെട്ടുപോത്തിനോടല്ലാണല്ലോ എന്റെ ദൈവമേ അനുവാദം ചോദിക്കാൻ വന്നത്. വെട്ടുപോത്ത് നിന്റെ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഓങ്ങി. എന്നെ എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ കേൾക്കും എന്ന് കരുതി സാധാരണ കെട്ടുവമാരെ പോലെ ഭാര്യയുടെ തന്തയ്ക്ക് വിളിക്കാനാ പരിപാടിയെങ്കിൽ വിളിച്ചാ നീ എന്ത് ചെയ്യൂടി? എന്തും ചെയ്യും. കണ്ണി ഞാൻ മുളകൂടി വരിയിടും, തിളച്ച വെള്ളം ഞാൻ തലയിലൊഴിക്കും, ഭക്ഷണത്തിൽ ഞാൻ വെമ്പ് കലക്കി തരും, കിടക്കയിലും ഉള്ളാണി ഞാൻ വിതറും, പിന്നെ ചെരുപ്പിനുള്ളിൽ ഞാൻ കരിന്തെണ്ണ ഇടും, അലക്കി വെച്ച ഷർട്ടിലും പാൻറ്റിലും നായക്കാരനെ പെരടി ഞാൻ പെരട്ടി ഞാൻ വെക്കും. മനസ്സിലായോ? എന്നോട് കളിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? എന്ന് പറഞ്ഞു. അപ്പൊ തൃപ്തിയായി നമ്മുടെ വിക്രത്തിന്. മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. പിന്നെ പോയി കഴിഞ്ഞപ്പോ വേതാളം പറഞ്ഞ പോലെ ചെയ്യും, ഞാൻ ഇത്തിരി സൂക്ഷിക്കുന്നതാ നല്ലത് എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞു. അപ്പൊ അതേണ്ട ഇവര് പോവാനായിട്ട് റെഡി ആവുകയാണ്. അപ്പൊ പത്മത്തിന്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. പത്മം എന്ന് വിളിച്ചോണ്ട് എന്താ അമ്മേ എന്ന് ചോദിച്ചു. അല്ല അമ്മ എന്താ ഒരു ടെൻഷൻ പോലെ?
നമ്മൾ എന്നാ വർഷയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് വേദയ്ക്കറിയാം. അതുകൊണ്ട് അന്ന് വിളിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, അമ്മയോട് തന്നെ അവളെ വിളിച്ചു വരണ്ടെന്ന് പറയാനായിട്ട് ശങ്കരേട്ട പറഞ്ഞതല്ലേ. അതെ, പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. 1-2 തവണ ഞാൻ ഫോൺ എടുത്തതാ, പക്ഷെ അവളോട് എങ്ങനെ പറയൂന്ന് ഓർത്തിട്ട് ഞാൻ വിളിച്ചില്ല പത്മം. അപ്പോ അവൾ അങ്ങോട്ട് വരുമെന്നാണോ അമ്മ പറയണത്? ചില കാര്യങ്ങൾ അവള് മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ ഉറപ്പായിട്ട് വരും. അവിടെ വെച്ചാവുമ്പോ ശങ്കരനൊന്നും പറയില്ലായിരിക്കും അല്ലേ പത്മ? ശങ്കരേട്ട ചിലപ്പോ ഒന്നും മിണ്ടിയില്ലാന്ന് വരും, പക്ഷെ ഗായത്രി മിണ്ടാതിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ആളുകളുടെ മുന്നിൽ വെച്ച് അവളെ അപമാനിക്കപ്പെടുന്നത് നമ്മളത് കാണണോ അമ്മേ? എന്തിനാ വെറുതെ? അമ്മ അവളെ ഫോണിൽ വിളിക്ക്, എന്നിട്ട് വരണ്ടെന്ന് പറയുമ്പോ അപ്പോഴത്തെ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ അവക്കത് ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അമ്മയൊന്ന് വിളിച്ചു പറ. നീ ഒന്ന് പറയൂ പത്മം. അമ്മയാവുമ്പോ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ എന്ന് പറഞ്ഞു. അവസാനം നിവർത്തിയില്ലാതെ അങ്ങോട്ടേക്ക് പോവാണ് മുത്തശ്ശി. അപ്പൊ അതേ വേദയാണെങ്കിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നന്ദിനി വന്നപ്പോ എവിടെയോ പോവാൻ തോന്നല്ലോ, എങ്ങോട്ടാ ഒരുങ്ങി കെട്ടി എന്ന് ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? അപ്പൊ വേഗം തന്നെ ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലല്ലേ, വന്നു കയറിയപ്പോ ശരിക്കും നനച്ചു വെച്ച പൂച്ചയെ പോലെ പാവം പിടിച്ചിരുന്ന പെണ്ണാ. അപ്പൊ തറുതല പറയാനും സാമർത്ഥ്യം കാണിക്കാനും നോക്കുന്നത്. കാരണം നന്ദിനി എടുത്തിയ ഞാനോ? ആ, പിന്നല്ലാതെ ഈ ഏരിയുള്ളത് വീട്ടിലെ പൂച്ചയ്ക്ക് പാവം പോലിരിക്കാൻ പറ്റുമോ? അത് തന്നെ കാര്യം. മാറങ്ങോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വേദയുടെ പുറകിന് അങ്ങോട്ട് ചെന്നു. അപ്പൊ വേദയുടെ ഫോൺ ബെല്ലടിക്കാണ്. അപ്പം വേഗം തന്നെ നന്ദിനി ആ പുറകിന് അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ആ മുത്തശ്ശി എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ എലിയാണോ എന്റെ മോന്ത എന്നിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി നിങ്ങൾ പുറപ്പെട്ടോ? എന്താ മുത്തശ്ശി വല്ലാണ്ടിരിക്കുന്നത്? മുത്തശ്ശി ഒരു കാര്യം പറയാൻ വിളിച്ചതാ. വർഷയുടെ വീട്ടിലേക്ക് മോള് വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഞാൻ വരണ്ടേ? അപ്പൊ ഇത് കേട്ടപ്പോ നന്ദനിക്ക് സന്തോഷായി. അടിപൊളി സന്തോഷം. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? അവിടെ വെച്ച് അവരെന്തെങ്കിലും പറഞ്ഞാല് മോക്കത് വിഷമാവും. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മോൾ അങ്ങനെ നാണം കെടണ്ട. അവരെന്തും പറഞ്ഞോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ മുത്തശ്ശി എന്ന് ചോദിച്ചു. നമ്മളതിനെ പ്രതികരിക്കാതിരുന്നാ പോരെ? ആ, എന്നാലും വേണ്ട മോളെ, നീ വരണ്ട എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ വരണ്ടാന്ന് അച്ഛനാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് വേഗം തന്നെ മുത്തശ്ശി ഫോണങ്ങ് വെച്ചു. ഇത് കേട്ടപ്പോ വേദയ്ക്കാകെ സങ്കടായിട്ടോ. ആള് കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാണ്ടായിപ്പോയി. അപ്പം നന്ദിനി അവിടെ വന്നിട്ട് അയ്യോ വീട്ടുകാരെ ചെല്ലണ്ടാന്ന് പറഞ്ഞല്ലേ, എന്തായിരുന്നു പാവം, പോകാൻ പറയുന്ന സ്ഥലം പറയണോ എന്നാണോ നിർബന്ധമുണ്ടോന്നായിരുന്നല്ലോ ചോദ്യം, എന്തായി എന്ന് ചോദിച്ചു. എടി ആ സ്ഥലത്തേക്ക് കടക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ അവര്? അടിപൊളി. എടി നിന്റെ അച്ഛനും വീട്ടുകാരും നിന്നെ നടതള്ളി കളഞ്ഞു, അത് നീ മനസ്സിലാക്ക. ഈ വീട്ടിലും അത്ര പെട്ടെന്നൊന്നും നിനക്ക് സ്ഥാനം കിട്ടുമെന്ന് നീ കരുതണ്ട. പിന്നെ വിക്രം എന്താണെങ്കിലും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോണില്ല. അവസാനം നിനക്ക് അച്ഛനും ഉണ്ടാവില്ല, താന് കെട്ടിയ ഭർത്താവും ഉണ്ടാവാൻ പോണില്ല. ഡി നീ എന്താ പറഞ്ഞത്? ഞാൻ നൊച്ചനിരിയാണെന്നല്ലേ? ഇയാൾ വലിയ പൂച്ച സാറാണല്ലോ. ശരി, പൂച്ചക്കുള്ള സ്ഥാനം എവിടെയാണെന്നറിയോ? അടുക്കള പുറത്ത്. അതായത് ഇവിടുത്തെ മുള്ളും ചെതുമ്പലും ഒക്കെ തിന്ന് മ്യാവും മ്യാവും എന്ന് കരഞ്ഞിരിക്കത്തേ ഉള്ളൂ നീ, മനസ്സിലായോ? അപ്പൊ വേദയ്ക്കാകെ സങ്കടമായി. വേദ പതുക്കെ ഇറങ്ങി അങ്ങ് പോയിട്ടോ കരഞ്ഞോണ്ട്. ഹോ, എന്തൊരാശ്വാസമായി നന്ദിനിക്ക് കരയിച്ചപ്പം. അപ്പൊ ആള് പുറത്തു പോയി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വിക്രം വന്നിട്ട് അല്ല നീ എന്താ കരയാണോ? നിനക്ക് കരയാനൊക്കെ അറിയുവോ എന്ന് ചോദിച്ചോ. കണ്ണി കരണ്ട് പോയാ പിന്നെ നിങ്ങൾ തുടക്കില്ലേ? അത് പിന്നെ കണ്ണി കരണ്ട് പോയാൽ ഞങ്ങളുടെ സ്വരം ഇടറാറില്ല. എനിക്ക് അങ്ങനെയാണ്. എന്താ എനിക്ക് പാടില്ലേ എന്ന് ചോദിച്ചു. എടി നിന്റെ ഏട്ടത്തിയുടെ ഗർഭം കാണാൻ ഇറക്കി പുറപ്പെട്ടപ്പോ വീട്ടുകാര് വരണ്ടാന്ന് പറഞ്ഞു, അതല്ലേ കാരണം എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു നിന്ന് കരയാണ്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അത് കണ്ടപ്പോ നിങ്ങൾ ഹാപ്പി ആയല്ലോ, അത് മതി എന്ന് പറഞ്ഞ് വിക്രത്തെ തള്ളി മാറ്റി വിക്രത്തിന്റെ റൂമിലേക്ക് ചെന്ന് അവിടെ കട്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വിക്രം നേരെ പുറകെ ചെന്ന് കരച്ചു കണ്ടപ്പോ ഒരു സങ്കടമൊക്കെ തോന്നി. എന്താ ദൈവം എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കോ? നന്ദിനിയടുത്ത് എവിടെ പോയാലും പുറകെ വരും, അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടെ വന്നത്, പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം കുറച്ചു നേരം നോക്കി എന്നിട്ട് വിക്രം അങ്ങ് പോയി ആ സങ്കടക്കാരൻ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ കാണുന്നത് മാഷിനെയാണ്. മാഷ് KCBയിൽ തന്നിരിക്കുകയാണ് കേട്ടോ, കറണ്ടിന്റെ കാര്യം പറയാൻ. അപ്പൊ അവിടെ ഇരുന്ന ഒരാള് മാഷെ എന്ന് വിളിച്ചു. രാവിലെ തന്നെ ഇറങ്ങിയല്ലേ, ഇന്നലെ മുതൽ ഫീസ് ഊരിയിരിക്കുകയല്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ബോർഡിന്റെ കാര്യം മാഷിന് അറിയാലോ, കാര്യങ്ങൾ വളരെ കണിശായിരിക്കും. പക്ഷെ എന്തു പറ്റി, മാഷിന് അങ്ങനെ ഒന്നും സംഭവിക്കാത്ത ആളല്ലോ. അങ്ങനെ പറ്റിപ്പോയി, മാഷ് ഇരിക്കുക എന്ന് പറഞ്ഞ് മാഷിനെ അവിടെ ഇരുത്തി. അപ്പൊ മാഷ് വേഗം തന്നെ വന്നു. എന്താ കാര്യം എന്ന് പറയാനായിട്ടൊക്കെ വന്നത് മാഷ്. പക്ഷേങ്കില് മാഷ്, അതെ ഞാനൊരു കാര്യം പറയാം, വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സലീമേ എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ഇവിടെ വന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി അതിനുള്ള ഫൈൻ കൂടി അടിച്ചോളാന്ന് പറയാനായിട്ടാ ഞാനിപ്പോ വന്നത്. എന്താ മാഷേ കാര്യം? ഇന്നലെ ഞങ്ങള് ഫീസ് ഊരി പോയെങ്കിലും അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാശടയ്ക്കാൻ ഞാൻ എന്റെ മകനെ ഏൽപ്പിച്ചിരുന്നതാ. പക്ഷെ അവനത് അടയ്ക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് ആ കാര്യം എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനൊരു പണി ചെയ്തു. അവൻ നിങ്ങൾ ഊരിയ ഫീസില് അവൻ കള്ളത്തരത്തിൽ കെട്ടി. പക്ഷേങ്കില് അത് ഫീസ് കെട്ടിയായ വയർ ഷോർട്ടായി രാത്രി അത് കത്തിപ്പോവുകയും ചെയ്തു. രാവിലെയാണ് ഞാൻ കാര്യം അറിയുന്നത്. അതുകൊണ്ട് ചെയ്ത തെറ്റാണെന്ന് അറിയാം. അതിന് എന്റെ മകൻ അതിന്റെ വരായികളെ പറ്റിയൊന്നും ആലോചിച്ചതേയില്ല. അതുകൊണ്ട് അതിനുള്ള ഫൈൻ കൂടി ചേർത്തിട്ട് ഞാൻ ഉടനെ തന്നെ അടച്ചോളാം. അതുവരെ കറണ്ട് ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ, സാരമില്ല. എന്റെ മാഷ് എന്തൊക്കെയാ പറയുന്നത്? ഈ ബില്ല് ഞാൻ അടച്ചോളാം, മാഷ് ഉള്ളപ്പോ തന്നാ മതി. അയ്യോ അത് വേണ്ട സലീമേ എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മാഷെ, കടം വാങ്ങുന്ന ശീലം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സലീമിന് അറിയാലോ. ഈ വയസ്സുകാലത്തിന് തുടങ്ങി വെക്കാനും വയ്യ. എന്റെ വീട്ടിലെ ഫീസ് ഊരിയ കാര്യം തൊട്ടുകഴിയിലെ ചായക്കുടി പറഞ്ഞിട്ടാ ലൈമാൻ ചന്ദ്രൻ പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോ അയാളുടെ വക ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ഊരിയ ഫീസ് ഇന്നലെ തന്നെ കുത്തിയല്ലേ മാഷേന്ന്. കള്ളത്തരം കൂടിയാണെന്ന് പറഞ്ഞ നാണക്കേട് വേറെ ഇല്ലല്ലോ. ഒന്ന് പതുക്കെ പറ മാഷേ. ശരിക്കും ഇലക്ട്രിസിറ്റി മോഷ്ടിക്കാന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ എന്താ നിസ്സാരമാണെന്നാണോ? എന്താ പറയാ, മീറ്റർ ടാമ്പ് ചെയ്യുക, കണക്ഷൻ ബൈപ്പാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ശരിക്കും എന്താ പറയാ, ജാമ്യമില്ലാത്ത ഒഫൻസാ. വാറന്റ് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. മിനിമം 3 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും എന്റെ മാഷേ. ഇപ്പൊ ചായക്കടക്കാരൻ ഫീസ് തിരികെ കുത്തിയെന്നല്ലേ ചോദിച്ചോളൂ. നാളെ പറയാൻ പോകുന്നത് മാഷ് വൈദ്യുതി മോഷ്ടിച്ചു എന്നായിരിക്കും. മാഷെ സത്യസന്ധനാവാം, പക്ഷെ ആവുകയും ചെയ്യണം. പക്ഷെ മാഷിന്റെ മകൻ ചെയ്തത് തെറ്റാണെന്ന് മാഷ് സമ്മതിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തല്ലോ. തൽക്കാലം അത് മതി മാഷെ. ഞാനാണല്ലോ ഫൈൻ അടച്ചോളാന്ന് പറഞ്ഞില്ലേ. അങ്ങനൊരു കീഴ്വഴക്കില്ല മാഷെ. ഇപ്പൊ നാളെ മുതല് മറ്റൊരാൾ വന്നിട്ട് എന്താ പറയാ, ഇവിടെ വന്ന് പറയാ വേഗം തന്നെ ഞങ്ങൾ കറണ്ട് മോഷ്ടിച്ചു, ഞങ്ങൾ ഫൈൻ അടച്ചോളാം എന്ന് പറഞ്ഞാല് അത് നമുക്ക് എത്തിക്സിന് എതിരല്ലേ മാഷെ. അതുകൊണ്ട് അത് നടക്കില്ല. മാഷ് തൽക്കാലം ഈ കാര്യം എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇനി മിണ്ടരുത്. മാഷ് ഒരു കാര്യം ചെയ്യാം, ബില്ലിങ് തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം ബില്ല് വാങ്ങി. എന്നിട്ട് അടുത്ത ആളിലേക്ക് കൊടുത്തിട്ട് ഈ ബില്ല് അടച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അദ്ദേഹം നോക്കിയിട്ട് ഇത് അടച്ചല്ലോ എന്ന് പറഞ്ഞു. മാഷെ ഈ ബില്ല് അടച്ചിട്ടുണ്ട്, ഓൺലൈനായി തന്നെ അടച്ചിട്ടുണ്ട്. മാഷിന്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കും. മാഷ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇതുകൊണ്ട്. അപ്പൊ അടുത്തിരുന്ന അയാളോട് പറഞ്ഞു ഈ മാഷിന്റെ വീട്ടിലെ ഫീസ് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോൾ ഞാൻ അതിലെ പോകണ്ട, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് മാഷ് നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേനും അവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പൊ കമലെ എന്ന് വിളിച്ചു. എന്താ മാഷെ എന്ന് ചോദിച്ചുകൊണ്ട് അമല അങ്ങോട്ടേക്ക് വന്നു. അതെ, നിന്റെ ഈ ഇളയ മകന്റെ ഒരു ഭാര്യയും കൂടി ഉണ്ടല്ലോ, അവളെയും കൂടെ വിളിക്കാം. അപ്പൊ അത് പിന്നെ അവള് രാവിലെ ഒരുങ്ങി കെട്ടി എവിടെയോ പോകാൻ ഇറങ്ങിയതാ, അവര് വരണ്ടാന്ന് നിങ്ങൾ പറഞ്ഞു, അത് സങ്കടപ്പെട്ടിരിക്കുക എന്ന് വേഗം നന്ദിനി പറഞ്ഞപ്പോഴേക്ക് ഞാൻ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞ് വേദം അങ്ങോട്ടേക്ക് വന്നു. 1 മിനിറ്റ് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അച്ഛനകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ കുട്ടികൾ വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു മാഷിന്. ആ ഗിഫ്റ്റ് പേനയായിരുന്നു കേട്ടോ. വില കൂടിയൊരു പേന. ആ മാഷ് അതുകൊണ്ട് നേരെ വേദയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഇതെന്താന്ന് വേദയ്ക്ക് മനസ്സിലായില്ല ആദ്യം. വേദയുടെ അടുത്തേക്ക് വന്നിട്ട് അതെ, ശരിക്കും കാശിന് ശരിക്കും പഞ്ഞുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതുവരെയും ആരുടെയും ഔദാര്യം സ്വീകരിച്ച് അല്ലെങ്കിൽ ആരുടെയും മുൻപിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് കുട്ടി കറണ്ട് ബില്ല് അടച്ചതിന് നന്ദിയുണ്ട്. ഇത് സ്വീകരിക്കണം. ഇതൊരു പണയ വസ്തുവായിട്ട് സ്വീകരിച്ചാൽ മതി. ഞാൻ പൈസ കിട്ടുമ്പോൾ തിരിച്ചു തന്നിട്ട് ഞാൻ എടുത്തോളാം. മാഷെ ഇതാ കുട്ടികൾ തന്നതല്ലേ. അതെ, ഇതിന്റെ വില എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും കറണ്ട് ബില്ലിനേക്കാൾ കൂടുതലുണ്ട്. ഇതെനിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഞാൻ തിരിച്ചു വാങ്ങും. മാഷെ ഇത്രയും എന്നെ തരം താഴ്ത്തണോ എന്ന് ചോദിച്ചു.
കുട്ടി ശരിക്കും പറഞ്ഞാൽ തരംതാണ് പോയത് ഈ ഞാനല്ലേ എന്ന് ചോദിച്ചു. 3 ആൺമക്കൾ ഉണ്ടായിട്ട് അവർക്ക് ആർക്കും ആ കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ മാഷും എനിക്കും അതിന് സാധിച്ചില്ല എന്ന് പറയുമ്പോ അത് കുട്ടി അടയ്ക്കാന്ന് പറഞ്ഞാല് അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപമാനിക്കപ്പെട്ടതിന് തുല്യമല്ലേ എന്ന് മാഷ് ചോദിക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് വേണ്ടാന്ന് മാത്രം പറയരുത്, അങ്ങനെ പറഞ്ഞ് എന്നെ അപമാനിക്കരുത് എന്ന് മാഷു പറഞ്ഞതനുസരിച്ച് വേദ മനസ്സോടെയാണെങ്കിലും ആ പേന വാങ്ങിയിട്ടോ. എന്നിട്ട് ആകെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നത്. വേഗം തന്നെ അവരെല്ലാരും ഇവിടെ നിപ്പുണ്ട. പക്ഷെ നന്ദിനി പറയാണ്, നിനക്ക് സമാധാനം ആയല്ലോ അല്ലേ? ദേ അച്ഛൻ പണയ വസ്തുവായിട്ട് തന്നു എന്ന് പറഞ്ഞ നീ അത് എഴുതി നശിപ്പിച്ചേക്കരുത്. നന്ദിനി മിണ്ടി പോവരുത്, നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച് കമല ചൂടാവാണ്. നേ മാഷ് പറഞ്ഞത് നിന്റെ കെട്ടിയവനെയും കൂടി ഉൾപ്പെടുത്തിയാ. നീ എന്തായാലും നിന്റെ കെട്ടിയവൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നെങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടില്ല. എണ്ണി ചുട്ട അപ്പം പോലെ ആഹാരത്തിലുള്ള പൈസ മാത്രം അവൻ തരും, വേറെ ഒന്നും അവന്റെ ബാധ്യതയിലല്ല. ഒരു പ്രാവശ്യം നിന്റെ കെട്ടിയവന് കറണ്ട് ബിൽ അടച്ചു എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? അവന്റെ കൈ കാശില്ലാഞ്ഞിട്ടല്ല, അവൻ തരില്ലാഞ്ഞിട്ടാ. പിന്നെ മൂത്ത മകൻ, അവനെ കുറിച്ച് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇളയമോന്റെ കാശാണെങ്കിൽ അത് അവൻ നേരായ മാർഗത്തിൽ ഉണ്ടാക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാഷ് അത് വാങ്ങുകയില്ല. പിന്നെ മരുമക്കളുടെ കയ്യിൽ നിന്ന് മാഷ് കടം വാങ്ങി അല്ലെങ്കിൽ മാഷ് അത് അടച്ചു എന്ന് അറിഞ്ഞാല് മാഷിനെ പോലെ ഒരാൾക്ക് അഭിമാനം സഹിക്കില്ല. അത് അങ്ങനെ മാത്രം കരുതിയേച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല മാഷിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഉപകാരമില്ലാത്ത മക്കളുണ്ടായാല് ഇങ്ങനെ മാഷിനെ പോലുള്ളവർക്ക് അപമാനപ്പെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്ന് കമല പറഞ്ഞപ്പോൾ നന്ദിനിയുടെ വാടഞ്ഞു. കമല വേഗം തന്നെ, മോളെ നീ ഒന്നും വിചാരിക്കണ്ട, ഒരച്ഛൻ്റെ സ്വാർത്ഥതയായിട്ട് മാത്രം കണ്ടാൽ മതി. ആ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിട്ട് കളഞ്ഞേരെ, അതിന് വേണ്ടിയിട്ട് അമ്മ നിന്നോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞ് കമല പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല കേട്ടോ. മിണ്ടാതെ വേദ അങ്ങ് പോയി. അപ്പം നന്ദിനി അങ്ങോട്ടേക്ക് ചാടിത്തുള്ളി അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല നന്ദിനിക്കും. പിന്നെ നമ്മൾ കാണുന്നത് വിക്രത്തിനെയാണ്. വിക്രം നേരെ ശ്രീനിവാസ സാറിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുവാണ്. അപ്പൊ പാർട്ടിയുടെ ജാഥയൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ സംസാരം കുശലമൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കാണുന്നത് നമ്മുടെ മാലതിനെയാണ്. അപ്പൊ മാലതി ചേച്ചി വന്നിരിക്കുന്നത് നമ്മുടെ രാധയുടെ അമ്മ ശ്രീകാര്യ ശ്രീനിവാസ സാറിനെയാ. അയ്യോ ഇവരെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ജോസഫ് ഉണ്ട് കൂടെ. ജോസഫ് പറയാണ്, അതെ ശരിക്കും പറഞ്ഞാൽ പരാതി പറയാൻ തന്നെയായിരിക്കും പരാതിക്കാരൻ നീയും. എന്താണെങ്കിലും അത് ഉറപ്പാ. അവരുടെ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, അവരുടെ മകളെ രക്ഷിക്കണം എന്നായിരിക്കും അവർക്ക് പറയാനുള്ളത്. എൻ്റെ ഈശ്വര പെട്ടല്ലോ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ജോസഫിനെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെയ്യാണ്. എന്താ മാലതി ചേച്ചി ഇങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു. അല്ല ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ കഥകൾ കാണാനാണോ എന്നുള്ള മട്ടില് ഒരു വൃത്തിയായിട്ട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കാണ് കേട്ടോ. അപ്പം തന്നെ അല്ല ഇവിടെ വരുന്നത് സാറിനെ കാണാൻ തന്നെയല്ലേ? എനിക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു. അയ്യോ സാർ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല, സാറ് എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിരിക്കുക എന്ന് വിക്രം എങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ വേഗം തന്നെ എന്ത് പറ്റി എന്ന് ചോദിച്ചു. മാലതി ചേച്ചിയുടെ പരാതി എന്താ എന്ന് വിക്രം ചോദിച്ചപ്പോ ഞാൻ പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് കാണിച്ചു കൊടുത്തു വിക്രത്തിന്. അപ്പൊ വിക്രം ചോദിച്ചു, ഇതാണോ പരാതി? അതെ ഇത് തന്നെയാ. എന്താ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജോസഫും അത് വായിച്ച് നോക്കുകയാണ്. ബഹുമാനപ്പെട്ട സർ, സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ വിക്രം എന്ന് പറയുന്ന ആൾ എന്റെ മകളെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നു. അവളുടെ വിവാഹം പോലും നടത്താൻ സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം എന്നാണ് അപേക്ഷയിൽ എഴുതിയിരിക്കുന്നത്. എന്താ വായിച്ചല്ലോ അല്ലേ? ഇനി തൃപ്തിയായല്ലോ അല്ലേ? ഞാൻ കുറെ പ്രാവശ്യമായിട്ട് ഇതെങ്ങനെ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാല് എന്ത് പറയാനാ, വിക്രത്തിനോട് ഞാൻ അവളോട് പലതവണ പറഞ്ഞു നോക്കി. പക്ഷെ വിക്രത്തെ അല്ലാതെ അവള് വിവാഹം കഴിക്കില്ല. അവളുടെ മനസ്സ് നിറച്ച് വിക്രമാണ്. പക്ഷെ ഇവൻ പറഞ്ഞെന്താ, വിവാഹം കഴിക്കാനായിട്ടുള്ള ഇഷ്ടമൊന്നും അവളോടില്ല, അങ്ങനെ ഒരു സ്നേഹം അവളോട് തോന്നിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ അവൾ അവിടെ നേരവും സമയവും നോക്കാതെ കയറി വന്നപ്പോ അവിടെ നിർത്തിയത്? ഓടിച്ചു വിടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും വിക്രത്തിന് മറുപടിയില്ല. എൻ്റെ മോള് എനിക്ക് 10 100 എണ്ണമൊന്നും ഇല്ല, ആകെ ഒരെണ്ണേ ഉള്ളൂ ആണും പെണ്ണുമായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണം, അല്ലാതെ ഇവന്റെ പേരും പറഞ്ഞ് ശരിക്കും ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കാരണം അറിയില്ലായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് ഇവൻ കാരണമാണ് അവൾ അങ്ങനെയായി പോയതെന്ന്.
അതുകൊണ്ട് തന്നെയാ ഞാൻ പരാതി കൊടുക്കാൻ വന്നത്. അപ്പൊ വിക്രം ശരിക്കും ഒരു ധർമ്മസങ്കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? രാധയാണെങ്കിൽ പിന്നെ പണവും പ്രശസ്തിയും ഒന്നും ഞങ്ങൾക്കില്ല, പാവങ്ങളാ, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവര്. അന്ന് പണിയെടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയില്ല. പക്ഷെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ആണുങ്ങൾ അങ്ങനെയാണല്ലോ, വലിയ പ്രതാപവും സൗന്ദര്യമൊക്കെ കൂടുന്നവരെ കാണുമ്പോൾ അവരവരുടെ പുറകെ പോകും. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ വെറുതെ പറ്റിക്കാലോ. അപ്പൊ മാലതിയുടെ വർത്താനം കേട്ട് വിക്രം പെട്ടു നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.